മുൻപ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ശ്രീ അരുൺകുമാർ 1/3/2019 കേന്ദ്ര സർക്കാർ ആറ്റമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്യുകയും സ്വകാര്യ മേഖലയിൽ ഈ മേജർ മിനറൽസിന്റെ മൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പ്രിമച്വർ ക്യാൻസലേഷന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി തന്നെ ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ സർക്കാരിന്റെ നയപരമായ തീരുമാനം ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നതിനാൽ ഇവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള പിന്നീട് സുപ്രീം കോടതി ഉത്തരവിട്ട് 2016 ഉത്തരവിട്ടിട്ടുള്ള ഈ ലീസ് സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ആ ടെർമിനേഷന് വേണ്ടി തീരുമാനിക്കുന്നു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. അത് സ്വാഭാവിക നടപടിക്രമമാണ്. കാരണം ഈ പ്രിമച്വർ ക്യാൻസലേഷന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നയപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എല്ലാ ലീസ് എഗ്രിമെന്റുകളും ടെർമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്കറിയാം. അങ്ങനെ അത് ടെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള പ്രോസസ്സ് അതിന്റെ ഏറ്റവും അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ CM അത് റിവ്യൂ ചെയ്യുന്നു. ആ ഫയൽ എനിക്ക് കാണണമെന്ന് CM പറയുന്നു. അദ്ദേഹത്തിന്റെ ടേബിളിലേക്ക് ആ ഫയൽ എത്തുന്നു. തുടർന്നൊരു റിവ്യൂ മീറ്റിംഗ് നടക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു നിയമോപദേശത്തിന് AGയുടെ കൂടി നിയമോപദേശം, ലോ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമോപദേശം ഉണ്ട് കേട്ടോ. എന്താണ് ഇത് ടെർമിനേറ്റ് ചെയ്യാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കാര്യത്തിലെ ഖണ്ഡിതമായ നിലപാട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്നാലും AGയോടൊന്ന് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞാൽ അവസാനത്തെ സാധ്യതയും ഈ കമ്പനിക്ക് വേണ്ടി ആരായാം എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ അല്ലാതെ നേരിട്ട് എന്തിന് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ചോദ്യം. മിസ്റ്റർ അഭിലാഷ്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കണക്ക് വെച്ച് കാലഘട്ടം പറഞ്ഞു. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. CMRL കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ഫേവർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? അത് 2001 മുതൽ 2006 വരെയുള്ള UDF ഗവൺമെന്റ് ആണ്. ഉമ്മൻചാണ്ടി ആയിരുന്നത് ശ്രീ AK ആന്റണിയാണ്. അത് പ്രതിപക്ഷ അവിടെ UDF കൺവീനർ പ്രവർത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ കാലത്താണല്ലോ CMRL കമ്പനിക്ക് ലീസ് അഗ്രിമെന്റ് കൊടുത്തതും ഖനനാനുമതി കൊടുത്തതും. രണ്ടാണ്. ഭൂമി ലീസ് കൊടുക്കുന്നതും ഖനനാനുമതിയും രണ്ടും കൊടുത്തത് ആ കാലഘട്ടത്തിലാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം ഉയർന്നു വന്നതും ആ സമരമുഖത്ത് LDF അണിനിരന്നതും അത് അവസാനം പിൻവലിക്കേണ്ടി വന്നതും യാഥാർത്ഥ്യം. 2006 മുതൽ 2011 വരെ സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് എന്തെങ്കിലും CMRLന് അനുകൂലമായി ചെയ്തു കൊടുത്തതായി ഇവിടെ കോൺഗ്രസ് പ്രതിനിധിക്കോ BJP പ്രതിനിധിക്കോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള നിലപാട് സ്വകാര്യ മേഖലയിലെ ഖനനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം കേസും മുന്നോട്ട് പോയത് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ എക്സലോജിക് കമ്പനിക്കുമായി ഒരു കരാർ CMRL ഒപ്പിട്ട് അവർക്ക് ഫേവർ കൊടുത്തതെങ്കിൽ താങ്കൾ വലിയ ഒരു വാചകമെല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. സുപ്രീം കോടതിയുടെ വിധി ശരിക്കും CMRLന് എതിരായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇതിന്റെ ഇടയിലൊന്ന് തിരികിയത്. എന്നാൽ 2016 ഏപ്രിൽ മാസത്തിൽ വന്ന വിധി പൂർണ്ണമായും CMRLന് അനുകൂലമായിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുകൂലമായി, സുപ്രീം കോടതി അനുകൂലമായി. വഴങ്ങുന്നുണ്ടോ? ഞാൻ പറയട്ടെ. 2016 ഏപ്രിൽ മാസത്തിലെ വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. അതായത് ഒരു കാരണവശാലും ഗവൺമെന്റിന് അധികാരമില്ലാത്ത തരത്തിൽ തന്നെയാണ്. അതിലൊരു ക്ലോസ് ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ വന്ന് ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്യാം. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കാൻ 2016 LDF സർക്കാർ തയ്യാറായോ? സഖാവ് പിണറായി വിജയന്റെ സർക്കാർ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി CMRLന് അനുകൂലമായി വന്നിട്ട് അത് നടപ്പാക്കാൻ തയ്യാറായോ എന്ന ചോദ്യമാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. ആ വിധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കണ്ടംപ്റ്റ് ഭീഷണി വന്നാൽ, ഒരു നോട്ടീസ് വന്നാൽ ആ വിധി നടപ്പാക്കണം. ആ നടപ്പാക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. നിങ്ങൾ പറയുന്നത് പോലെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട കരാറുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ആ കരാറിന്റെ ഭാഗമായി എന്തെങ്കിലും തിരിച്ചു ചെയ്യാനാണെങ്കിൽ ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഖനനാനുമതി കൊടുത്താൽ പോരെ? ഖനനാനുമതി സാങ്കേതികത്വം കഴിയുന്ന കാര്യമാണോ? ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ. താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ. താങ്കളുടെ കയ്യിൽ ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാനത് വായിച്ചതാണ്. ഇപ്പൊ താങ്കളുടെ കയ്യിലുണ്ടോ? അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ ചോദ്യം. ഇവിടെ ആ വിധി അല്ല, സുപ്രീം കോടതി പോയത് ആരാണ്? ഞാൻ അതൊക്കെ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചർച്ച, ഒരു നിമിഷം, ഞാൻ ഒരു ബഹളം വെക്കാതെ, എനിക്ക് കിട്ടിയ സമയമല്ലേ എനിക്ക് താങ്കളോട് ചോദ്യം ചോദിക്കാൻ അവതാരകൻ തന്ന സമയം.
താങ്കൾ ഉത്തരം പറയൂ. അല്ല, രണ്ടുപേരും ചോദിച്ചോളൂ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നത്? ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് നമുക്ക് വിഷയങ്ങളിലേക്ക് തന്നെ പോകാൻ അല്ല, അഭിലാഷ്, ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കില്ല. ഞാൻ താങ്കൾ ചോദിച്ചോ? താങ്കൾ ചോദിക്കുമ്പോ ഞാൻ പറയും. ഞാൻ ചോദിക്കുന്നതിലൂടെ മറുപടി പറഞ്ഞു നിങ്ങള്. ശരി, ഓക്കെ, ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഞാൻ ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. താങ്കൾ അസന്നിഗ്ധമായി പറഞ്ഞു സുപ്രീം കോടതി വിധി പരിപൂർണമായും CMRL അല്ലെങ്കിൽ ഈ കർത്താ കമ്പനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ അതിനെ എതിർക്കുകയാണ്. ഞാനത് അങ്ങനെയല്ല എന്ന് പറയുകയാണ്. ഞാനതിൻ്റെ ക്രക്സ് കൂടി പറയാം. അതായത് ഇവർക്ക് വിട്ടുകൊടുത്തിരുന്ന ഭൂമി, ലീസ് കൊടുത്തിരുന്ന ഭൂമി സർക്കാർ ഘടനത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്യാത്തതിനാൽ ആ ഭൂമി ഇവർക്ക് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തതിനെ ഹൈക്കോടതി ശരിവെച്ചു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ അത്തരത്തിൽ നോട്ടിഫൈ ചെയ്യാത്തതുകൊണ്ട് ആ ഭൂമി കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സർക്കാർ നോട്ടിഫൈ ചെയ്താൽ ഈ ഓപ്ഷൻ അവിടെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോട്ടിഫൈ ചെയ്താൽ ആ സംഭവം കഴിഞ്ഞു. അല്ല, ഞാൻ ബഹളം വെക്കാതെ അനുസരിച്ച് എന്ന് ഞാൻ മറുപടി പറഞ്ഞല്ലേ. അല്ല, ഞാൻ പറയട്ടെ. അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. അപ്പൊ പിന്നെ താങ്കൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അല്ല, ഒരു നിമിഷം ഞാൻ ചോദിക്കാം. ഞാൻ പറയുന്ന താങ്കളൊന്നും മറുപടി നശിപ്പിക്കാതെ. എന്റെ അരുണെ, നിങ്ങൾ ഈ ബഹളം വെച്ച് ഇതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമല്ലേ? ഇതൊക്കെ ഈ ചർച്ച എന്ന് പറയുന്ന അരുണെ ഒരു കാര്യം മനസ്സിലാക്കി. എന്റെയോ താങ്കളുടെയോ തൊണ്ടയുടെ ബലം പരിശോധിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്. കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ കാര്യത്തിൽ ആരാണ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ് ചർച്ച. ഞാൻ എൻ്റെ അവസരത്തിൽ പറഞ്ഞു 2004 ഞാൻ ബഹളം വെക്കാതെ കേൾക്കൂ. 2004 UDF സർക്കാരാണ്, AK ആന്റണി സർക്കാരാണ് ലീസ് കൊടുത്തത്. പക്ഷേ VM സുധീരന്റെ ഉൾപ്പെടെ നേതൃത്വം നടന്ന ചർച്ച, സമരത്തെയും പ്രക്ഷോഭത്തെയും തുടർന്ന് ആ അനുമതി പിൻവലിക്കപ്പെട്ടു. നിങ്ങളുടെ സർക്കാർ തന്നെയാണ്. ഞങ്ങൾ സമ്മതിച്ചെന്നേ. കേരളത്തിന്റെ തീരത്ത് UDF സർക്കാരിനെതിരെ തന്നെ കോൺഗ്രസ് MP ആയ ശ്രീ VM സുധീരനും ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളും നടത്തിയ സമരം, അതിനായിട്ട് ശ്രീ MA ബേബിയും VM സുധീരനും കൈകോർത്ത് നിങ്ങൾ ബഹളം വെക്കാതെ. എന്ത് LDF? താങ്കൾക്ക് അറിയാമോ? താങ്കൾക്ക് LDF അറിയില്ല. താങ്കൾക്കറിയില്ല. ജനകീയ സമരമായിരുന്നു. MA ബേബി ഉണ്ടായിരുന്നു. VM സുധീരന്റെ എതിർപ്പെന്ന് വളരെ സമരത്തിലാണോ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ നാടാണ്, എന്റെ നാടാണ് അരുണ. ഇത് നാട്ടിൽ നടന്ന സ്ഥലം. എന്റെ നിയോജക മണ്ഡലമായ ഹരിപ്പാട് നടന്ന, ആറാട്ടുപുഴ നടന്ന സമരമാണ്. അതുകൊണ്ട് സമരമായിരുന്നു. അപ്പൊ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയാം. ഇന്നത്തെ പ്രശ്നം മനസ്സിലാവും. ഇവർക്ക് ഈ കാര്യങ്ങളിലേക്ക് ഇന്ന് പോകാൻ താല്പര്യം. ഞാൻ ചോദിക്കുന്ന സുപ്രീം കോടതി വിധി കർത്തായ്ക്ക് അനുകൂലമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ വിശ്വാസ്യതയെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ സുപ്രീം കോടതി വിധി കൃത്യമായി സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഏരിയ നോട്ടിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കർത്തായ്ക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ്. സംസ്ഥാന സർക്കാർ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ഏരിയ സർക്കാരിന് വേണ്ടി നോട്ടിഫൈ ചെയ്യുക. അത് ചെയ്യാതെ കാശ് മേടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ അവകാശം കയ്യിലിരിക്കെ പണം കണക്ക് പറഞ്ഞ് മകളുടെ അക്കൗണ്ടിലേക്കും കമ്പനി അക്കൗണ്ടിലേക്കും സ്വന്തം കയ്യിലും വാങ്ങി നിർണായക സമയത്ത് അനുമതി കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അതാണ് പിണറായി വിജയൻ അഴിമതി. ഇനി പറഞ്ഞു താങ്കൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചോ? എടുപ്പിക്കാം. ഹൈക്കോടതി അല്ല ഞാൻ പറയാം. അല്ല, താങ്കൾ തന്നെ ചോദ്യം, താങ്കൾ തന്നെ ഉത്തരം പറയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്ത ഖനനാനുമതി, ആ ഖനനാനുമതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. ആ ഖനനാനുമതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഖനി വകുപ്പിന് മേൽ റിവിഷൻ ഹർജി കൊടുത്തത് CMRലാണ്. ആ കേന്ദ്ര ഖനി വകുപ്പ് പുനഃപരിശോധിക്കാൻ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് തിരിച്ച് അയക്കുമ്പോൾ LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. LDF സർക്കാർ അത് റിജക്ട് ചെയ്ത് കൊടുത്തില്ല. അതിനെതിരെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് CMRലാണ്. CMRലിന് അനുകൂലമായി സിംഗിൾ ബെഞ്ച് വിധിച്ചു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് കേരള സർക്കാരാണ്. ആ അപ്പീലും ശരിക്കും തള്ളിക്കൊണ്ട് CMR അനുകൂലമായി. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയതും കേരള സർക്കാരാണ്. ആ സുപ്രീം കോടതിയുടെ വിധിയിൽ കൃത്യമായി CMRലിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വച്ചു. ആ കണ്ടീഷണൽ ഓർഡർ എന്ന രൂപത്തിലാണ് 17(2)ന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സർക്കാർ നടത്തിയ ആ അനുമതി കൊടുത്ത ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖനനാനുമതിയുമായി കൊണ്ടും അത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. പക്ഷേ SLPയിൽ കൃത്യമായി CMRലിന് അനുകൂലമാകുന്ന തരത്തിൽ
കേരള ഗവൺമെന്റ് കൊടുത്ത അപ്പീൽ തള്ളുകയാണ്, അതായത് SLP തള്ളുകയാണ് ഉണ്ടായത്. അതിനുശേഷവും ആ സുപ്രീം കോടതി വിധി പാലിച്ചുകൊണ്ട് അവർക്ക് ഖനനാനുമതി കൊടുക്കാൻ 2018-ലോ 18-ലോ 19-ലോ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായില്ല. ആ സമയത്ത് കേന്ദ്രത്തിന്റെ ചട്ടം ഭേദഗതി ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ആ ചട്ടം ഭേദഗതി ചെയ്യുന്ന വരുന്ന സാഹചര്യത്തിലും അതിനു മുമ്പും പല റെപ്രസെന്റേഷൻ ഗവൺമെന്റിന് കിട്ടും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പുകളുടെയും കസ്റ്റോഡിയനാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കിട്ടുന്ന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെപ്രസെന്റേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ വിളിച്ചു വരുത്തുന്നതും അതിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതെല്ലാം നോർമൽ പ്രൊസീഡിംഗ് ആണ്. കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന നിയമോപദേശം കൊടുക്കുന്ന ഏറ്റവും ഹയർ അതോറിറ്റിയാണ്. അദ്ദേഹത്തിന്റെ നിയമോപദേശം എടുത്തുകൊണ്ട് ആ ആവശ്യം തള്ളുകയും റൂളിന് പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷ സർക്കാർ CMRൽ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. ആ അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തതെല്ലാം UDF ആണ്, UDFന്റെ കാലത്താണ്. ഒറ്റ ചോദ്യം ശരൺകുമാർ, ഒന്ന്, ഇടതുപക്ഷത്തിന്റെ നയം എന്താണ്? ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയം ഈ ഖനനം, ഈ മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല, പൊതുമേഖലയിലേ പാടുള്ളൂ എന്ന ഖണ്ഡിതമായ നയം ഇടതുപക്ഷത്തിനുണ്ട്. UDFന് അത്ര ഉണ്ടോ എന്നറിയില്ല, വ്യത്യസ്ത നിലപാടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഖണ്ഡിതമായ നിലപാട് സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്നുള്ളതാണല്ലോ. ആ സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും താങ്കൾ തന്നെ പറഞ്ഞു 17(2) ഇൻവോക്ക് ചെയ്യാനുള്ള അവസരം സർക്കാരിനുണ്ടായിരുന്നു. 2016 ഏപ്രിൽ മാസം വിധി വരുന്നു. 2016 മെയ് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുന്നു. നിങ്ങൾ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന ഖണ്ഡിതമായ നിലപാടുള്ള ആളുകളാണ് എന്നിരിക്കെ ഈ 17(2) ഇൻവോക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫൈ ചെയ്യാമായിരുന്നു. 2016 ചെയ്യാമായിരുന്നു, 2017 ചെയ്യാമായിരുന്നു, 2018 ചെയ്യാമായിരുന്നു, എന്ന് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖനനാനുമതിക്കായി കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന് അതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം എടുക്കുകയും അതിന്റെ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി അവർക്ക് ഖനനാനുമതി കൊടുത്തോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. LDF ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി ഉണ്ടായിട്ടും ഖനനാനുമതി കൊടുക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ടത്. എല്ലാ ഘട്ടത്തിലും ഖനനാനുമതി കൊടുത്തതും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി നിലകൊണ്ടവരും ഇപ്പൊ വന്നിട്ട് ഏതോ മറുഭാഗം ചെയ്തില്ല, ഇന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ശ്രീ AK ആന്റണിയോടാണ്. അതുപോലെ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, ആ കാലത്തെ UDF നേതാക്കന്മാരോടാണ് എന്തുകൊണ്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊണ്ടത് എന്നുള്ള ചോദ്യം. ഞങ്ങളൊന്നും എന്തായാലും CMRL കൊടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ പറഞ്ഞാൽ എനിക്ക്